അപ്പം ഇതിനകത്ത് കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ നടത്തിയ ട്വിസ്റ്റ് ഈ ഇറാനെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഇസ്രായേൽ നോക്കിയിരിക്കുകയാണ്. കാരണം പ്രോക്സികളുടെ രാജാവാണല്ലോ, ഇസ്രായേലാണല്ലോ ആദ്യം, അല്ലെങ്കിൽ ആദ്യത്തെ ശത്രു ഇറാന്റെ. അപ്പം ഇസ്രായേലിന് ഇറാൻ അല്ലെങ്കിൽ ഈ ഖമേനി എന്ന് പറയുന്ന ആളുടെ കയ്യിൽ അല്ലെങ്കിൽ ആ നിയന്ത്രണത്തിൽ ഈ ഇസ്ലാമിസ്റ്റ് ഭരണം കൊണ്ടുപോകുന്നത് മാറ്റം വരുത്തണം ദീർഘകാലമായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിനകത്ത് ഇപ്പം അമേരിക്ക കടന്നാക്രമണം നടത്തുമെന്ന് പറയുമ്പോൾ തിരിച്ച് ഇവർ പ്രത്യാക്രമണം നടത്തുമെന്ന് പറയും. ഈ GCC രാജ്യങ്ങളിൽ അമേരിക്കയുടെ അറിയാമല്ലോ ഈ താവളങ്ങളുണ്ട്, ആ താവളങ്ങളിലേക്ക് സൈനിക താവളങ്ങൾ, ഈ താവളങ്ങളിലേക്ക് ഒന്ന് തിരിച്ചടിക്കും, അമേരിക്കയിലേക്ക് അടിക്കുന്നുണ്ട്. അതുകൊണ്ട് GCC രാജ്യ ആശങ്ക അറിയപ്പെടുത്തി വല്ലാത്തൊരു പ്രതിസന്ധിയില്ല. അതിൻ്റെ കൂടെ തന്നെയാണ് ഇപ്പം ഇറാന് പിന്തുണയുമായി റഷ്യയും ഒരുപക്ഷെ ഇന്നലെ ചൈനയൊക്കെ വ്യക്തമായിട്ട് വന്നത്, ഖത്തറും വന്നിട്ടുണ്ട്. അപ്പം പിന്തുണ ഏറുന്നു. അപ്പം അതുകൊണ്ട് എങ്ങനെ ആയിത്തീരുമെന്നുള്ളതിനെ പറ്റി അമേരിക്കൻ പ്രസിഡന്റ് അറിയത്തില്ല. അതായത് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞ് തൽക്കാലത്തേക്ക് ഞാനൊന്ന് ഒതുങ്ങുകയാണ്, ഇയാളെ വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ കെയർ ഓഫിലാണ്. ഇപ്പം ഒളിവിൽ പോയി ബങ്കറിലാണ് എവിടെയാണെന്ന് അറിയാൻ പറ്റത്തില്ല. കാരണം ഇത് വളരെ അപകടം പിടിച്ച ഒരു സാധനമാണ് ഇയാളുടെ പുറയിൽ നിൽക്കുന്നത്. ഈ പറയുന്ന ഇറാനിൽ ആരൊക്കെ ഇയാളുടെ വട്ടം നിൽക്കുന്നതും പോലും മൊസാദാണെന്നുള്ള കാര്യത്തെ പറ്റി അറിയത്തില്ല. ഈ 7 ലെയർ സിസ്റ്റത്തിലാണ് ഇവരുടെയൊക്കെ സെക്യൂരിറ്റി ഉള്ളത്. അതിനകത്ത് നമ്മൾ പറയുമ്പോൾ മിഡിൽ ഈസ്റ്റ് യുദ്ധം നടന്ന സമയത്ത് പലയിടത്തും അതിനകത്ത് പൊട്ടിത്തെറിച്ചു. അല്ലെങ്കിൽ നേരത്തെ അതിനകത്ത് കയറി ആക്രമണം നടത്തിയപ്പം ഡ്രോൺ ആക്രമണം അവിടെ നടത്തിയ എങ്ങനെയാണെന്നറിയോ? അല്ലെങ്കിൽ 10-13 പേരെ കൊന്ന ഓർമ്മയുണ്ടോ? അവരുടെ ഇറാനകത്ത് നിന്നാണ് അന്ന് ഇസ്രായേൽ ഡ്രോൺ ആക്രമണം മൊസാദ് ഓപ്പറേറ്റ് ചെയ്തത്. കാരണം ഈ ഇറാനകത്ത് ഡ്രോൺ ആക്രമണം നടത്തുന്നതിന് ലോഞ്ച് പാടുകൾ ആ രാജ്യത്ത് വെച്ചിട്ട് ഇത്രയും ആൾക്കാരെ കൊല്ലുന്ന ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി.